സുഹൃത്തുക്കളെ, ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ബന്ദ് നടത്തുന്നത് എന്തിനാണ്? രാജ്യത്തെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ സർക്കാർ അവഗണിക്കുമ്പോഴാണ് അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ബന്ദ് നടത്തുന്നത്. എന്നാൽ അത് സാധാരണ രാജ്യത്ത് അങ്ങനെയാണ്. പക്ഷേ മോങ്ങൽ മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്ത് സംഘികൾ ബന്ദ് നടത്തുന്നതിന് കാരണം അറിഞ്ഞാൽ ശരിക്കും വേദനിക്കണം, ശരിക്കും ചിന്തിക്കണം. ഏത് നിലയിലേക്കാണ് സംഘികൾ തരം താണിരിക്കുന്നത് എന്നും എത്ര വലിയ പടുകുഴിയിലേക്കാണ് രാജ്യത്തെ വീഴ്ത്തിയിരിക്കുന്നത് എന്നും. ഇന്ന് ബീഹാറിൽ അവിടെ ഭരിക്കുന്ന മോങ്ങൽ മോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ബീഹാർ ബന്ദ് നടത്തുകയാണ്. ഇത് എന്തിനാണ് എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എവിടേക്കാണ് ഈ വിവരംകെട്ട സംഘിക്കൂട്ടങ്ങൾ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്ന്. ബീഹാറിൽ വോട്ടർ റൈറ്റ്സ് യാത്രയുടെ സമയത്ത് ഒരു പൊതുസമ്മേളനം കഴിഞ്ഞ് പ്രധാന നേതാക്കളെല്ലാം പോയപ്പോൾ അവിടെ സ്റ്റേജിൽ വന്ന ഒരു ടെമ്പോ ഡ്രൈവർ മോദിക്കെതിരെയും മോദിയുടെ അമ്മയ്ക്കെതിരെയും അധിക്ഷേപ വാക്കുകൾ പറഞ്ഞു. ബീഹാറിലും രാജ്യത്തെങ്ങും തങ്ങളുടെ കാര്യം ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി എന്ന് കണ്ടപ്പോൾ യാതൊരു തരത്തിലും പ്രതികരിക്കാൻ കഴിയാത്ത മോങ്ങൽ മോദിയും കൂട്ടരും ഇതും പറഞ്ഞ് മോങ്ങലോട് മോങ്ങലാണ്. എങ്ങനെയും വോട്ട് കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് മോങ്ങി വോട്ടുകൾ വാങ്ങിക്കൂട്ടണം. എന്നാൽ വെറും മോങ്ങലിൽ അവസാനിപ്പിക്കാൻ മോങ്ങൽ മോദിയും കൂട്ടരും തയ്യാറല്ല. ഇതിന്റെ പേരിൽ ബീഹാറിൽ ബന്ദ് നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം മൊത്തം ഇതിന്റെ പേരിൽ തടസ്സപ്പെടുത്തി എങ്ങനെയും ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള അവസാന തന്ത്രമാണ് മോങ്ങൽ മോദിയും കൂട്ടരും നടത്തുന്നത്. മോദിയുടെ മോങ്ങൽ കൊണ്ട് മാത്രം ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് അവർക്ക് വ്യക്തമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മോദിയുടെ ഷൂനക്കികളായ ANIയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? സെപ്റ്റംബർ 4-ാം തീയതി, അതായത് ഇന്ന് ബീഹാറിലെ ഡബിൾ എഞ്ചിൻ സർക്കാർ ബീഹാർ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മോദിക്കെതിരെയും മോദിയുടെ അമ്മയ്ക്കെതിരെയുമുള്ള പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ഏതോ ടെമ്പോ ഡ്രൈവർ, അത് മോദിയും കൂട്ടരും പ്ലാൻ ചെയ്ത ഒരു ടെമ്പോ ഡ്രൈവർ പറഞ്ഞതിന് ബീഹാറിലെ ജനങ്ങളെ മൊത്തം ദ്രോഹിച്ച് ബന്ദ് നടത്തണം. ഇത്തരം രാജ്യദ്രോഹികളെ കുറിച്ച് എന്ത് പറയാനാണ്? അവരുടെ വൃഥാമോഹം എന്താണ് എന്ന് വെച്ചാൽ ഇതുവഴി രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എല്ലാം ഇത് വലിയ വിഷയമായി കൊണ്ടുവരണം. അങ്ങനെ മോദിയുടെയും മോങ്ങൽ മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെയും വോട്ടുകൊള്ള ജനങ്ങൾ മറക്കണം. പക്ഷേ ഇനി ഇത്തരം നാടകങ്ങളൊന്നും ബീഹാറിലെ ജനങ്ങളുടെ ഇടയിലും ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലും ഒരിക്കലും യാതൊരു പ്രതികരണവും ഉണ്ടാക്കുകയില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ള ഒരുത്തനും ഈ കൂട്ടത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. അതും ഭരിക്കുന്ന പാർട്ടി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നത്തിനും വേണ്ടിയല്ല, മറിച്ച് യാതൊരു കാര്യവുമില്ലാത്ത കാര്യത്തിനു വേണ്ടി ബന്ദ് നാടകം കളിക്കാൻ പോകുന്നു. ഇത്തരം നീചന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ച് ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ച് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ജീവിതം താറുമാറാക്കി എന്നിട്ട് വീണ്ടും അവരുടെ മേൽ കുതിര കയറുകയാണ് BJP എന്ന് പറയുന്ന ക്രിമിനൽ സംഘിക്കൂട്ടം. ഭരണവും പോലീസും എല്ലാം അവരുടെ കയ്യിൽ ആയതിനാൽ ഈ ബന്ദ് വലിയ വിജയമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും കുറെയെങ്കിലും അല്പം വിവേകമുള്ള സംഘികളുടെ പിന്തുണ കൂടി നഷ്ടപ്പെടുത്താനേ ഇത് ഉപകരിക്കൂ എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്തരം വൃത്തികെട്ട നീചമായ നിന്ദ്യമായ നാടകങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?